എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ടെസ്ല കാർ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. നമ്മൾ ടെസ്ല ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ. ഒരു 3 വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്, 4 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 മാസം മുമ്പ് ചെയ്ത വീഡിയോയിലായിരുന്നു മേജർ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എലോൺ മസ്കും ട്രംപും നരേന്ദ്രമോദിയൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് നടത്തി. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്ല ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഗവൺമെൻറ് നമ്മുടെ EV പോളിസിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. എന്നാൽ ഇന്ന് ടെസ്ല കാർ ഫൈനലി അതിൻ്റെ ആദ്യത്തെ ഷോറൂം, അതായത് അഭ്യൂഹങ്ങളൊന്നുമല്ല, വരാൻ പോകുന്നൊന്നുമല്ല, വന്നു കഴിഞ്ഞു. അതിൻ്റെ ഷോറൂം മുംബൈയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഇന്ത്യക്കാരന് ടെസ്ല മേടിക്കാൻ പറ്റും. അപ്പോൾ ടെസ്ലയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതിൻ്റെ വിലയാണല്ലേ. അതായത് അമേരിക്കയിൽ നിങ്ങളൊരു ബേസ് മോഡൽ ടെസ്ല മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് 35 ലക്ഷമൊക്കെയാണ്. നമ്മുടെ ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴല്ലേ. അതേ കാർ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയാവോ? ഏകദേശം 70 ലക്ഷത്തിന് മുകളിൽ. അതായത് 2 ഇരട്ടിയിലധികം പൈസ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടി വരുന്നു. ഈ ഇരട്ടി പൈസ എങ്ങനെ കൂടിയെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രധാനമായിട്ടും ഇമ്പോർട്ട് ഡ്യൂട്ടി ആണല്ലേ. നമ്മൾ ഇറക്കുമതി തിരുവ എന്നൊക്കെ പറയാറുണ്ട്, ടാക്സ്, പിന്നെ നമ്മുടെ റോഡ് ടാക്സ്, GST, ഗവൺമെൻറ്റിനുള്ള ടാക്സ്, അങ്ങനെയൊക്കെ കണക്കാക്കിയാണ് ഈ ഒരു ഇത്രയും വലിയ ഡബിൾ ദ എമൗണ്ട് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ 4 മാസം മുമ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും, നമ്മുടെ ഗവൺമെൻറ് എന്താ ഇങ്ങനെ ഇത്രയും ചാർജ് ചെയ്ത് അങ്ങോട്ട് വിടുന്നതെന്നല്ലേ. അപ്പോൾ അങ്ങനെ വിട്ടില്ലെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ടെസ്ലയോടൊക്കെ ആവശ്യപ്പെട്ടത് ഇവിടെ ഫാക്ടറി തുടങ്ങൂ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാത്ത ഒരാളോട് പറയുമ്പോൾ ഗവൺമെൻറ് ഡബിൾ ദ പ്രൈസ്, ഡബിൾ ദ ടാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്, അല്ലേ, ആ കാറിൻ്റെ വില തന്നെ ടാക്സ് ആയിട്ട് എടുക്കുന്നു, എന്ത് ഗവൺമെൻറ് ആണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, നമ്മുടെ ടെസ്ല വന്നു കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് കഴിഞ്ഞതൊക്കെ വിടാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ ലൈവായിട്ട് ഒരു ടെസ്ല കാർ എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് നോക്കാൻ പോവുകയാണ്. ഒരു ടെസ്ല കാർ നമുക്ക് ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കുമെന്നും ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നും ഒക്കെ നമ്മൾ അറിയുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മുടെ സമ്പത്ത് വളർത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങണം. അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ചെറിയ രീതിയിലെങ്കിലും നിക്ഷേപിക്കാൻ തയ്യാറാകണം എന്നതാണ്. അങ്ങനെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോട് നിക്ഷേപിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കും മെഡ്ലൈഫും ചേർന്നുള്ള PNB മെഡ്ലൈഫ് ആണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. അവരുടെ NFO PNB മെഡ്ലൈഫ് വാല്യൂ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂലൈ 27 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. മാർച്ച് 2018 ലോഞ്ച് ചെയ്ത PNB മെഡ്ലൈഫിന്റെ മിഡ് ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 34.5% CAGR റിട്ടേൺസും തുടക്കം മുതൽ 22.1% CAGR റിട്ടേൺസും നൽകിയിട്ടുണ്ട്. ഇവിടെ NAV വാല്യൂ 10 രൂപയാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും. പിന്നെ മാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ആയിട്ടും ഇതിനോടൊപ്പം ലഭിക്കും. പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതുമില്ല. പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കും കേട്ടോ. മാസം 18,000 രൂപ വെച്ചൊക്കെ നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി വരെയുള്ള റിട്ടേൺ സാധ്യതകളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ മാസം ജൂലൈ 27 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് ഇനി വെറും 6 ദിവസം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താലും മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനു വേണ്ടി അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ടെസ്ല ബുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് tesla.com/en_in എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അതായത് ഇന്ത്യക്കാർക്ക് വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റാണ്. നമുക്ക് ഓൺലൈനായിട്ട് കാർ ബുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തായാലും ആ ഒരു ലാൻഡിംഗ് പേജ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം, കാരണം പല സംഭവങ്ങളൊക്കെ ലോഡായി കിടപ്പുണ്ട്. ഞാൻ പ്രൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയത്. നമ്മൾ അത് റീഫ്രഷ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് എന്താണ്, രജിസ്ട്രേഷൻ ലൊക്കേഷൻ, നമ്മുടെ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് കേരളമോ അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളൊന്നും അവൈലബിൾ അല്ല. 3 സംസ്ഥാനങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്: ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര. ഇപ്പോൾ മഹാരാഷ്ട്ര മുംബൈയിലാണ് ആദ്യത്തെ ഷോറൂം തുറന്നിട്ടുള്ളത് അല്ലേ. എന്തായാലും നമുക്ക് മഹാരാഷ്ട്ര മുംബൈ തന്നെ വെച്ചൊന്ന് നോക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മോഡൽ Y എന്നുള്ളൊരൊറ്റ പേര്, അവിടെ വേറെ മോഡൽ സെലക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ടെസ്ലയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള മോഡൽ Y മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ടെസ്ലയ്ക്ക് ഒരുപാട് ഹയർ പ്രൈസ് കൂടിയ വേരിയൻറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പക്ഷേ നമുക്കതൊന്നും ലഭ്യമല്ല. അതായത് തുടക്കമാണല്ലോ, ആദ്യമായിട്ടൊരു കാർ കൊണ്ടുവരുവാണല്ലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാറിൻ്റെ വില, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഏതൊക്കെ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ അതിനുശേഷം നമുക്ക് അമേരിക്കയിൽ ഈ കാറിന് എത്ര വില വരും, ഇന്ത്യയിൽ ഇപ്പോൾ എത്ര വിലയാണ് വന്നിരിക്കുന്നത്, എത്രത്തോളം വ്യത്യാസമാണുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡൽ Y തന്നെ നമുക്ക് 2 സബ് വേരിയൻറ്റുകൾ വന്നിട്ടുണ്ടല്ലേ.
റിയർ വീൽ ഡ്രൈവും ലോങ് റേഞ്ച് റിയർ വീൽ ഡ്രൈവും ആണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം, റിയർ വീൽ ഡ്രൈവും അത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ റേഞ്ചിനാണ്. ഒറ്റ ചാർജിൽ ഓടുന്ന കിലോമീറ്റർ എന്ന് പറയത്തില്ല, ഇതാണ് ആ ഒരു റേഞ്ചിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതായത് റിയൽ വീൽ ഡ്രൈവ് മാത്രമാണെങ്കിൽ 500 കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത്, ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു നമ്മുടെ റിയൽ വേൾഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അതൊരു 400 കിട്ടുന്നുള്ളൂ. കാരണം ഇതെന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് കണ്ടീഷന് ടെസ്റ്റ് ചെയ്യുന്ന റേഞ്ചാണ്. നമുക്കറിയാം ഒരു EVക്ക് 150 കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 400 കിലോമീറ്റർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 300 കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ബ്ലോക്കിൽ പതുക്കെ നിർത്തിയും വേഗത കൂട്ടിയും കുറച്ചും ഒക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അല്ലേ. നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടുക. അല്ലാതെ നമ്മൾ ടൗണിൽ കൂടെ സിറ്റിയിലൂടെ ഓടിക്കുകയാണെങ്കിൽ കിട്ടുകയില്ല. അപ്പോൾ 500 എന്ന് പറഞ്ഞാലും റിയൽ വേൾഡിൽ വരുമ്പോൾ 400 ആവും. പ്രത്യേകിച്ച് ഇന്ത്യ, ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ നല്ല ബ്ലോക്കുകളാണ്, അതിലും കുറയാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനി നമ്മൾ ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവിലേക്ക് വരുവാണെങ്കിൽ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചാണ്. ഒറ്റ ചാർജിൽ ഓടുന്ന കിലോമീറ്റർ എന്ന് പറയത്തില്ലേ, അത് 622 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 500-ന് മുകളിലെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ റിയൽ വീൽ ഡ്രൈവിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന പ്രൈസ് 59,89,000 രൂപയാണല്ലേ. ഇനി അതിൻ്റെ ഏറ്റവും താഴെ, അതായത് നമ്മൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള പ്രൈസാണ് കാണിച്ചിട്ടുള്ളത്, 61,07,190. നമ്മളതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ GST 2,92,818 രൂപ വന്നിട്ടുണ്ട്. അതുപോലെ TCS 1% 59,890 രൂപ. ഈ TCS എന്നുള്ളത് ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടും. ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ആണ്, നമ്മുടെ TDS പോലെ തന്നെ ഒരു സമ്പ്രദായമാണ്. പിന്നെ റോഡ് ടാക്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. ഇനി മറ്റേ കാർ, അതായത് ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന പ്രൈസ് 67,89,000 രൂപയാണ്. ടാക്സ് ഒക്കെ കൂട്ടി 69,15,190 രൂപയാണ് വരുന്നത്. ആദ്യത്തെ മോഡൽ 5.9 സെക്കൻഡിൽ 100 km/h വേഗത കൈവരിക്കും. രണ്ടാമത്തെ മോഡൽ, അതായത് കൂടിയ വേരിയന്റ് ആണെങ്കിൽ 5.6 സെക്കൻഡിൽ, അതായത് ഏകദേശം മൊത്തം കൂടെ 6 സെക്കൻഡിൽ താഴെ മാത്രം മതി ഇതിന് 0-ൽ നിന്ന് 100-ലേക്ക് അത്രയും വേഗത്തിലേക്ക് പറന്ന് കയറാനായിട്ട്. അതായത് ആക്സിലറേഷൻ്റെ കാര്യത്തിൽ ടെസ്ല കാർ പുലിയാണ്. ഇനി കാറിൻ്റെ കളർ നോക്കുവാണെങ്കിൽ സ്റ്റെൽത്ത് ഗ്രേ, അതുപോലെ വൈറ്റ്, പേൾ വൈറ്റ് മൾട്ടി കോട്ട്, പിന്നെ ഡയമണ്ട് ബ്ലാക്ക്, അതുപോലെ ഒരു ബ്ലൂ വരുന്നുണ്ട്, ഗ്ലേസിയർ ബ്ലൂ വരുന്നുണ്ട്. ലോഡാകാൻ എന്താ ഇത്ര താമസം? ലോഡായിട്ടുണ്ട്. എന്തായാലും കണ്ട, ഇപ്പോൾ ഗ്ലേസിയർ ബ്ലൂ ഒക്കെ നമുക്ക് സൈലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏതൊരു വെബ്സൈറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൊള്ളാമല്ലോ, ഫിനിഷിംഗ് ഒക്കെ കൊള്ളാം. നമ്മുടെ റിയൽ വേൾഡിൽ ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായിരിക്കും. ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ പക്കാ പ്രീമിയം തന്നെയാണ്. ടെസ്ല കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കി കളർ പറയുവാണെങ്കിൽ അതുപോലെ തന്നെ ക്യുക്ക് സിൽവർ എന്ന് പറയുന്ന ഒരു കളർ അവൈലബിൾ ആണ്. പിന്നെ അൾട്രാ റെഡ് എന്ന് പറയുന്നൊരു കളറും അവൈലബിൾ ആണ്. പടം ലോഡാകുന്നില്ല എന്നേ ഉള്ളൂ. അത് നെറ്റ് കുറവല്ല കേട്ടോ, ഞാൻ റൂട്ടർ അത്യാവശ്യം ദൂരത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ റെഡ് കൊള്ളാം അല്ലേ, മൊത്തം കൂടെ ഒരു ഷൈനിങ് ആയിട്ടുള്ള കളറുണ്ട്. എന്തായാലും ഇത് മൊത്തത്തിലൊരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെഡാൻ ടൈപ്പാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെഡാൻ ടൈപ്പ് വണ്ടികളൊക്കെ പണ്ടായിരുന്നു ഭയങ്കര ആൾക്കാർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. എന്നാൽ ഇപ്പോൾ നല്ലൊരു ശതമാനം പേര് നോക്കുന്നത് SUV അല്ലെങ്കിൽ മിനി SUV, കോമ്പാക്ട് SUV ഒക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സെഡാൻ എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് രണ്ടിൻ്റെയും കൂടെ സെഡാൻ പ്ലസ് SUVയുടെ ഒരു മിക്സ് പോലെ, പേഴ്സണൽ ഒപ്പീനിയനാണ്, അതുപോലത്തെ ഒരു മിക്സ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിലൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പൊതുവായിട്ടുള്ള ഒരു സംഭവം, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാണ്. ഇനി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും 2 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക് ലോഡായി കിടപ്പുണ്ട്. ഇനി വൈറ്റിൻ്റെ പടം അവിടെ ലോഡാകേണ്ടതുണ്ട്, നെറ്റൊരു വിഷയമാണ്. അപ്പോൾ ലോഡായിട്ടുണ്ട്. വൈറ്റ് നോക്കുവാണെങ്കിലും നല്ല പ്രീമിയം കളർ തന്നെയാണ്. പക്ഷേ ആൾക്കാർ വൈറ്റ് പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നതായിട്ട് തോന്നും. മാത്രമല്ല ബ്ലാക്കിനൊരു റോയൽ ലുക്കാണല്ലോ, എപ്പോഴും നമ്മൾ കാറൊക്കെ എടുക്കുമ്പോൾ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു റോയൽ ലുക്ക് ഉണ്ടാവും. അപ്പോൾ പക്ഷേ വൈറ്റ് നോക്കുവാണെങ്കിലും അതിൻ്റെ വൈറ്റ് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ പക്കയായിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അത് ടോട്ടൽ ബ്ലാക്ക് ആണ്, വേറെ ചെറിയ കോൺട്രാസ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. മറിച്ച് നമ്മൾ വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് പ്ലസ് വൈറ്റിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് അവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റി. അതായത് നമുക്കറിയാം ടെസ്ല എന്ന് പറഞ്ഞാൽ തനിയെ ഓടുന്ന കാറാണല്ലേ, പക്ഷേ നിലവിൽ നമ്മളുടെ രാജ്യത്ത് അതിനുള്ള അംഗീകാരം നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. മറ്റൊന്നുമല്ല, കൊടുക്കാൻ സാധിക്കില്ല. അമേരിക്കയിലത്തെ റോഡ് പോലെയും അവിടുത്തെ ട്രാഫിക് പോലെയുമാണ് നമ്മുടെ നാട്ടിലല്ല. ഇവിടെ ഇറങ്ങിയാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് ഇരിക്കും, അത്രയും ബ്ലോക്കുകളാണ്, അത്രയും റഷാണ്. അതുപോലെ തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ചില ബസ്സുകാർ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടില്ല, നേരെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇടിച്ചു കയറ്റാൻ പോകുന്ന രീതിയിലൊക്കെയാണ് ബസ് ഓടിച്ച് വരുന്നത്. എല്ലാ ബസ്സുകാരും ഒന്നുമില്ല കേട്ടോ, ചില ബസ്സുകാരെന്ന് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറയുകയാണ്. മാനവ മര്യാദയായിട്ട് ഈ ബസ്സുകൾ ഓടിക്കുന്ന എന്തോരം ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ചില
ഓട്ടോക്കാർ ഇതുപോലെ തന്നെ പെട്ടെന്ന് യൂട്ടേണൊക്കെ എടുത്ത് വളയ്ക്കാറുണ്ട്. വളരെ ചുരുക്കം പേര് മാത്രം കേട്ടോ, എല്ലാവരും അല്ല, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്തെന്നും പറഞ്ഞിട്ട് കുറേ പേര് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അത്രത്തോളം ബ്ലോക്കും ട്രാഫിക്കും അതും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് അങ്ങനെ പെട്ടെന്ന് അലോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടെസ്ല പറയുന്നത് ഇത് നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഗവൺമെൻറ് അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ്. അത് കംപ്ലീറ്റ് അമേരിക്കയിൽ ഓടുന്ന പോലെ കംപ്ലീറ്റ് ആളില്ലാതെ അല്ലെങ്കിൽ ഒട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ ഓടുമെന്നല്ല, മിനിമൽ ഡ്രൈവർ ഇൻ്റർവെൻഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹൈവേയുടെ പണികളൊക്കെ നടക്കുവാണല്ലോ, അത് പണി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒരു ലൈനിലൂടെ പോകുവാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിൽ നിന്നൊക്കെ കൈയെടുത്ത് അത്യാവശ്യം ശ്രദ്ധിക്കാതെ അങ്ങനെ പോകാൻ പറ്റും. കാരണം ലൈനിൽ പക്കയായിട്ട് പൊക്കോളും. അതുപോലെ പാർക്കിങ്ങിൽ നിന്ന് എടുക്കാൻ ഒക്കെ അങ്ങനത്തെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലുള്ള പോലെ കംപ്ലീറ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കി തരത്തില്ലെങ്കിലും നമുക്ക് ലൈനിലൂടെയൊക്കെ പോകാനും ചെറിയ വളവും തിരിവൊക്കെ വളയ്ക്കാനായിട്ടുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഭാവിയിൽ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആക്കാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊരു 6 ലക്ഷം രൂപ ആഡ് ഓൺ ചെയ്താൽ മതി. 6 ലക്ഷം കൂടെ ആഡ് ഓൺ ചെയ്തപ്പോഴേക്കും കാറിന്, അതായത് നമ്മുടെ റിയൽ വീൽ ഡ്രൈവ് ആണെങ്കിൽ ഇതിൽ കുറഞ്ഞ വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസ് നേരെ 69,95,990, അതായത് ഏകദേശം 70 ലക്ഷത്തിലേക്ക് അതിൻ്റെ പ്രൈസ് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി തൊട്ട് കൂടിയ വേരിയൻ്റ് ആണെങ്കിൽ 78 ലക്ഷത്തിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഭാവിയിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നാൽ കാറിൻ്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡർ ആക്കണമെങ്കിൽ അതുകൂടെ നമ്മൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ 6 ലക്ഷം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ റേഞ്ച് കൂടിയ വണ്ടി ഉണ്ടല്ലോ, ഒറ്റ ചാർജിൽ കൂടുതൽ ദൂരം ഓടുന്ന വണ്ടി ഉണ്ടല്ലോ, അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രൈസ് 78 ലക്ഷമാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ഫുൾ സെൽഫ് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ കാണാം. അത് US വെഹിക്കിൾ ഡെമോ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ലൈൻ ചേഞ്ചസ്, അതായത് നമ്മൾ ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് മാറാൻ അതിന് സാധിക്കും. അൺപ്രൊട്ടക്റ്റഡ് ടേൺസ്, അതായത് ഈ ബാരിയറുകളില്ലാത്ത വളവുകളുണ്ടല്ലോ, അതുപോലെ ശ്രദ്ധിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഡീടൂർ എന്ന് പറഞ്ഞാൽ റോഡ് പണി നടക്കുകയാണ്, വഴിതിരിഞ്ഞ് പോകുക എന്ന് പറയത്തില്ലേ, വേറെ വഴിക്ക് പോകുക എന്ന് പറയത്തില്ലേ, അതാണ് ഡീടൂർ. ടൈറ്റ് ഗ്യാപ്സ്, വളരെ ചുരുങ്ങിയ ഇടയിലൂടെയൊക്കെ വളഞ്ഞും തിരിഞ്ഞും പോകാൻ പറ്റും. കർവി റോഡ്സ്, അതായത് നല്ല വളവുകളുള്ള റോഡ്സ് ഇല്ലേ, ഇപ്പോൾ നമ്മുടെ ചുരമൊക്കെ ഇല്ലേ, വയനാട് ചുരം, അതൊക്കെ കയറി പോകാൻ പറ്റും. മെർജേഴ്സ്, ഒരുപാട് റോഡുകൾ ഒന്നിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ച് പോകാൻ പറ്റും. ഫോർക്സ്, റൗണ്ട് അബൌട്ടുകൾ, പിന്നെ സ്റ്റോപ്പ് സൈൻസ്, അതായത് സ്റ്റോപ്പ് എന്ന് റോഡിൽ പോലും എഴുതിയിട്ടുണ്ടെങ്കിൽ, നിലത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അൺആൻറ്റിസിപ്പേറ്റഡ് സിനേറിയോസ്, അതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമ്മുടെ ചിലവന്മാരൊക്കെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് നേരെ യൂട്ടേൺ കൊണ്ട വണ്ടിക്ക് വെക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ആ ഒരു വണ്ടിക്ക് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ് പെഡസ്ട്രിയൻസ്, അല്ലെ, കാൽനട യാത്രക്കാർക്ക് ഈ വണ്ടി അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂട്ട് കംപ്ലീഷൻ, നമുക്ക് റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ആ റൂട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷനൊക്കെയാണ് ഇപ്പോൾ US നിലവിലുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മുടെ ടോട്ടൽ ഇന്ത്യൻ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ടെസ്ല പറയുന്നുണ്ട് 6 ലക്ഷം കൂടെ നിങ്ങൾ കൊടുക്ക്, നമ്മളത് അതിനുള്ള ഫെസിലിറ്റീസ് ചെയ്ത് വെച്ചേക്കാം. ഭാവിയിലെങ്ങാനും ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനുള്ള അംഗീകാരം തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് തരും നിങ്ങളുടെ കാറിൽ. അപ്പോൾ അത് മേടിച്ചാൽ 6 ലക്ഷം കൊടുത്താൽ മതി, നിങ്ങൾ കൈവച്ചോ ആവശ്യം വന്നാലോ. പക്ഷേ ഒന്ന് പറയുവാണെങ്കിൽ ഈ 6 ലക്ഷം ഒന്നല്ല, ഈ ടെസ്ല കാർ തന്നെ ഇന്ത്യയിൽ മേടിക്കുന്നത് പറ്റ അബദ്ധമാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ടോട്ടലി അത് പേഴ്സണലായിട്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തേക്കട്ടെ, അത് പ്ലേ ചെയ്യുമ്പോൾ ഒരിത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലൈനിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, ലൈൻ മാറുന്നതും കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഭയങ്കര അബദ്ധമാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഇത്രയും ഇരട്ടി പ്രൈസ്. നിങ്ങൾ 35 ലക്ഷത്തിന് മറ്റ് രാജ്യങ്ങളിൽ വിൽക്കുന്ന കാർ ഇവിടെ 70 ലക്ഷത്തിന് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അബദ്ധം എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾ അത്രയും റിച്ച് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ 35-70 ലക്ഷമൊക്കെ വെറുതെ നിങ്ങൾക്ക് ചിലവാക്കി കളയാനുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവർ മേടിക്കുന്നതിൽ കുറ്റമല്ല ഞാൻ പറയുന്നത്. നമ്മളെപ്പോലുള്ള, അതായത് എൻ്റെ വീഡിയോ കാണുന്നത് ഭൂരിഭാഗം സാധാരണക്കാരാണല്ലേ, നമ്മളെപ്പോലുള്ള വ്യക്തികൾ ഈ കാർ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പണക്കാരുടെ കാര്യം വേറെതാണ്, അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് അത് തന്നെ വേണമെന്നുള്ളവർ മേടിച്ചോട്ടെ. പക്ഷേ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ട് നല്ലൊരു കാറ് ആ 70 ലക്ഷത്തിനൊക്കെ എന്ത് നല്ല കാർ കിട്ടും. മാത്രമല്ല നിങ്ങൾ വെറുതെ 35 ലക്ഷം കളയുകയാണല്ലേ. ഇനി നമുക്ക് അമേരിക്കയിൽ ഈ ഒരു കാറിന്, സെയിം ടൈപ്പ് ഓഫ് കാറിന് എത്ര രൂപ വരും? അതായത് 35 ലക്ഷം എന്ന് ഞാനൊരു ഊഹം പറഞ്ഞതാണ്, ഡബിൾ 70 ലക്ഷം എന്ന് പറഞ്ഞതാണ്. നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രൈസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ വില വിവരം നിങ്ങൾക്ക് ലഭ്യമായല്ലോ. അപ്പോൾ നമുക്ക് അമേരിക്കയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഈസിലി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPTയോട് ചോദിക്കുകയാണല്ലേ, നമുക്ക് ചാറ്റ് GPTയോട് ചോദിച്ചു കളയാം. ഡോളറിലാണ് പ്രൈസ് വന്നത്, നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അമേരിക്കയിൽ 36 ലക്ഷമാണ്, ഇവിടെ അത് 68 ലക്ഷം വരെയാണ്. 68 അതിന് മുകളിലായിട്ടുണ്ടായിരുന്നില്ല മറ്റേ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുമ്പോൾ. അമേരിക്കയിൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 78 ലക്ഷമോ സംതിങ് അല്ലായിരുന്നോ? അതായത് നേരെ ഡബിൾ ദ പ്രൈസ്.
ഞാൻ വെറുതെ ഊഹാപോഹ കണക്കല്ല നേരത്തെ പറഞ്ഞത്. ഏകദേശം അമേരിക്കയിൽ 35 ലക്ഷം തന്നെയാണ്, ഇവിടെ 70 ലക്ഷം വരും അല്ലേ. നിങ്ങൾ 35 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം വെറുതെ കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെ ടെസ്ല എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം വാട്ട്സ് ദ റീസൺ ഫോർ ദിസ് പ്രൈസ് ഡിഫറൻസ്. ChatGPTക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും കണ്ടോ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അതായത് 100% ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മുടെ ഗവൺമെൻറ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുക. കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മുടെ ഗവൺമെൻറ് 100% ടാക്സ് ഡ്യൂട്ടി എന്തിനാണ് മേടിക്കുന്നതെന്ന്. അങ്ങനെ പേടിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. നമ്മുടെ ഫോറിൻ കാറുകൾ ഇവിടെ വന്ന് ഫ്ലഡഡ് ആകും. നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ കാറിൻ്റെ മാർക്കറ്റ് തകരും. കാറിൻ്റെ മാനുഫാക്ചറിങ്, സെയിൽസ്, സർവീസ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മാർക്കറ്റ് തകർന്ന് മാത്രമല്ല ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്? വിദേശത്തേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ കൊണ്ട് സാധനം വിൽക്കുന്നു, അവർക്ക് ഇന്ത്യൻ റുപ്പി കിട്ടുന്നു, അവർ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് അതിൽ നിന്ന് ഒറ്റ പൈസ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല, അൺലെസ് കുറച്ച് ടാക്സ് അല്ലാണ്ടല്ലേ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ് നമ്മുടെ എക്കോണമിക്ക്. അല്ലാതെ നമ്മുടെ രാജ്യം എടുക്കുന്ന തെറ്റായ തീരുമാനമല്ലത്. അപ്പോൾ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ഡ്യൂട്ടി, GST, ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ഹാൻഡിലിംഗ്, നോ ലോക്കൽ മാനുഫാക്ചറിങ്, അത് തന്നെ. പ്രധാനമായിട്ടും ടെസ്ല ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ലല്ലോ, ടെസ്ല മാനുഫാക്ചർ ചെയ്യും. നമ്മുടെ ഗവൺമെൻറ് അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പോളിസികൾ മാറ്റം വരുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരാം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ ഇവിടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, ഒരു സാധാരണക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ടെസ്ല മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാവും. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, നിങ്ങൾക്ക് പൈസ വെറുതെ കളഞ്ഞ് കുളിക്കാനുള്ള കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വലിയ റിച്ചാണ് എങ്കിൽ മേടിച്ചോ, നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോയ്സിലേക്ക് കടന്നു കയറ്റമല്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു. നിങ്ങൾക്ക് കൊച്ചിയിലൂടെ ടെസ്ല ഓടിക്കണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ ഒരു നല്ല കാർ നോക്കിയാണെങ്കിൽ 35 ലക്ഷത്തിന് വെറുതെ വേറൊരു കാർ കൂടെ മേടിക്കാമല്ലോ, 2 കാർ മേടിക്കാമല്ലോ. പോട്ടെ, ഒരു മഹീന്ദ്ര 3XO അല്ലേ, XUV 3XO എന്ത് നല്ല വണ്ടിയാണ്, അഡാസ്റ്റീവ് ഫീച്ചറൊക്കെ ഉണ്ട്. അതിൻ്റെ AX5L മോഡലല്ലേ, അതിന് 13-14 ലക്ഷമൊക്കെ അല്ലേ വരുന്നുള്ളൂ. എന്തടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാറുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ EV തന്നെയാണെങ്കിൽ തന്നെ മഹീന്ദ്രയുടെ BE, പിന്നെ XE സീരീസുകൾ, നമ്മുടെ ടാറ്റയുടെ കർവ്, അങ്ങനെ പിന്നെ നമ്മുടെ ടാറ്റ നെക്സോണിൻ്റെ EV, അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലേ. BE6 ഒക്കെ എന്ത് ലെവൽ വണ്ടിയാണ്, എന്ത് റേഞ്ച് വണ്ടിയാണ്. XE9. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇന്ത്യൻ കമ്പനികൾ ഒന്നാം തരം EV വേറെ ലെവലായിട്ടുള്ള സാധനങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ ഈ 35-40 ലക്ഷം എക്സ്ട്രാ കൊടുത്ത് കാർ മേടിക്കണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ലൊക്കേഷൻ മുംബൈ, മഹാരാഷ്ട്ര ആയിരുന്നല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലൊക്കേഷൻ ഒന്ന് മാറ്റുകയാണ്, ഞാൻ നേരെ ഒന്ന് ഹരിയാന ആക്കുകയാണ്. അപ്പോൾ വില വല്ലതും മാറുന്നുണ്ടോയെന്ന് അറിയാമല്ലോ അല്ലേ. വില എത്രയായി? സാധാരണ നമ്മുടെ ബേസിക് മോഡൽ കാറിൻ്റെ റേറ്റ് താഴത്ത് നോക്ക്, ഇൻക്ലൂഡിങ് ടാക്സ് മാറിയിട്ടുണ്ട്, 66 ലക്ഷമായിട്ടുണ്ട്. മറ്റേ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഏതാണ്ട് 61 ലക്ഷം മറ്റോ അല്ലായിരുന്നോ. അപ്പോൾ നല്ല പ്രൈസ് റേഞ്ചാണ്. ഓരോ സ്ഥലത്ത്, ഓരോ സ്റ്റേറ്റിനനുസരിച്ച് കാര്യങ്ങൾ മാറും. മറ്റേത് നേരെ 75 ലക്ഷമായിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ 6 ലക്ഷത്തിൻ്റെ സാധനം കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അതിൻ്റെ ടാക്സ് ഒക്കെ കൂടെ എത്രയാവും? 82 ലക്ഷമായി. നമ്മൾ നേരത്തെ നിങ്ങൾ 70 ലക്ഷം അല്ല, ഇപ്പോൾ 82 ലക്ഷത്തിലേക്ക് അതിൻ്റെ വില എത്തിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അത്രയും റേറ്റിലാണ് ഇവിടെ സാധനം കിടക്കുന്നത്. നിങ്ങളിത് മേടിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു മാറ്റം കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്തായാലും നമുക്ക് ടെസ്ലയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ കമ്പനീസ് അല്ലേ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ടെസ്ല നല്ലതാണ്, ടെസ്ലയുടെ ഒരു ഫാനാണ്. പ്രത്യേകിച്ച് എലോൺ മസ്കിനെയൊക്കെ വലിയ ആളായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ടെസ്ല നാട്ടിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇവിടെ ടെസ്ല മേടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഇരട്ടിയിലധികം പൈസ വെറുതെ കൊടുത്ത് മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്ലാന്റ് വരട്ടെ. ഇതിപ്പോൾ ചൈനയിൽ നിന്നാണ് ഇറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഒരു 8000 പീസുകളാണ് വരുന്നത്, 8000 കാറുകളാണ് വരുന്നത്. അതിനുശേഷം എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ കമ്പനികൾ ഇവിടെ പ്ലാന്റുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ടാക്സിൻ്റെ പ്രശ്നമില്ല. ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലേ, ഇരട്ടിയുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കംപ്ലീറ്റ് കട്ടായില്ലേ. അല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാർ വിറ്റിട്ട് കംപ്ലീറ്റ് പൈസ അമേരിക്കയിലേക്ക് പോകുന്നു. അത് നമുക്ക് വേണം, നമ്മുടെ നാടിന് ഉപകാരം ഉണ്ടാകണമല്ലേ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇവിടെ ലാപ്ടോപ്പ് അടച്ചു വെച്ചേക്കാം. അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങൾ ടെസ്ല മേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ ടെസ്ല മേടിക്കുവാണെങ്കിൽ ഈ ഇത്രയും പൈസ ഇരട്ടി പൈസയ്ക്ക് മേടിക്കുമോ, അതോ ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് 80 ലക്ഷം ഉണ്ടെങ്കിൽ എന്തോരം കാർ മേടിക്കാം, നല്ല നല്ല കാറുകൾ മേടിക്കാമല്ലോ അല്ലേ. ഇനി ആഡംബര കാറുകളാണെങ്കിൽ തന്നെ അത്യാവശ്യം BMW ബേസ് മോഡലൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിന് ഒതുങ്ങുമെന്ന് തോന്നുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഇത് ഇത്രയും പ്രൈസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും. ക്രൈസ് ഉള്ളവർ മേടിക്കും, അല്ലാതെ ആരും മേടിക്കാനാ.
എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. അതോടൊപ്പം നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ടാറ്റ, മഹീന്ദ്ര അവരൊക്കെ നല്ല അടിപൊളി ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കുന്നുണ്ട്. കർവ് നല്ല വണ്ടിയാണ്. BE, XE സീരീസ് ഒക്കെ ടോപ്പ് സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത അഡ്വാൻസ്ഡ് മോഡൊക്കെയാണ്. നമ്മൾ ഒരു റോബോട്ടിൻ്റെ നമ്മൾ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ അകത്തൊക്കെ കയറിയ ഫീൽ പോലുള്ള അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പുകളൊക്കെ അതിൻ്റെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ടെസ്ലയുടെ കാര്യങ്ങളെ പറ്റി പറയുവാണെങ്കിൽ. മറ്റേതിന് അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റണ്ണിങ്ങും ഡ്രൈവർലെസ് സംവിധാനങ്ങളൊക്കെ വരുന്നെങ്കിൽ 6 ലക്ഷം കൊടുക്കണം. 6 ലക്ഷത്തിൻ്റെ മുകളിലും GST മറ്റ് ടാക്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഹരിയാന ലൊക്കേഷൻ വെച്ച് കൊടുത്തപ്പോഴേക്കും 82 ലക്ഷം വണ്ടിക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കൊടുക്കേണ്ടി വരും പല അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 85 കൂട്ടാല്ലേ വണ്ടിക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജൂലൈ 27 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് ഇനി വെറും 6 ദിവസം കൂടി മാത്രം. സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.